യാത്രകളാണ് മനുഷ്യ ജീവിതം തന്നെ ഒരു യാത്രയാണ്. നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് തുടങ്ങി ഉമ്മയുടെ മുതുകിലേക്ക് ഗർഭപാത്രത്തിലേക്ക് എത്തുന്നത് വരെയുള്ളൊരു യാത്രയുണ്ടായി. അത് വലിയൊരു യാത്രയാണ്. അതിനുശേഷം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കുറഞ്ഞ മാസങ്ങൾ അവിടെ നമ്മൾ ജീവിച്ചു. പിന്നീട് കുറഞ്ഞ കാലം ഒരു 10-60 വർഷക്കാലമുള്ള ചെറിയൊരു ഇടവേള ഇവിടെയും നമുക്കുണ്ട്. ഇനി വലിയൊരു ജീവിതം വരാനുണ്ട്, വലിയൊരു യാത്ര വരാനുണ്ട്. പക്ഷെ ഈ ചെറിയൊരു യാത്രക്കടയിൽ ഇഷ്ടംപോലെ യാത്രകളാണ് നമുക്കുള്ളത്. ആ യാത്രകളിൽ ഏറ്റവും അർത്ഥവത്തായ യാത്രയാണ് ഹജ്ജ് യാത്ര എന്ന് പറയുന്നത്. ഹജ്ജിന് വേണ്ടി ആളുകൾ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലും മറ്റുള്ള പല നാടുകളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിളിയാളം കേട്ടവരൊക്കെയും അതിന് മറുപടിയുമായി പോകാനുള്ള ഒരുക്കാനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയാണ്. ഇൻഷാ അല്ലാഹ് ദുൽഖഅദ ദുൽഹജ്ജ് മാസത്തോടുകൂടി എല്ലായിടത്തും ഒരുങ്ങുകയാണ്. പല ആളുകളും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും റാഹത്തോടെ നിർവഹിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത് സത്യത്തിൽ അല്ലാഹുവിലേക്കുള്ളൊരു യാത്രയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയിലേക്കുമുള്ള യാത്രയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചത് കൊണ്ടാണ് പോണത്. ആ വിളിച്ച മറുപടി പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ സത്യത്തിൽ ഈ വിളിയാളം, ഈ ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് അത് ഇബ്രാഹിം നബിയിലേക്കുള്ള യാത്രയാണ്. ഫമന്നത്തുൽ കഅബ, ആരെങ്കിലും കഅബയിലെത്തിയാൽ ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് വന്നതുപോലെയാണ്. കാരണം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും വിളിയാളും ആ വിളിയാളത്തിലുള്ള മറുപടിയുമായി കൊണ്ടാണ് ചൊല്ലുന്നത്. അതുകൊണ്ട് ഇബ്രാഹിമിലേക്കുള്ള യാത്രയാണ്. ഇതൊരു ഇബ്രാഹിമി യാത്രയാണ് ഹജ്ജ് യാത്ര എന്ന് പറയുന്നത്. ഇമാം ഖുർത്തുബി ഈ സംഭവം പറയുന്നുണ്ട്. അതേപോലെ മലക്കുകളിലേക്കുമുള്ള യാത്രയാണ് ഹജ്ജ് യാത്ര എന്ന് പറയുന്നത്. സാധാരണ യാത്രയല്ല. അള്ളാഹു ഹജ്ജ് ചെയ്തവർക്ക് വീണ്ടും പോകാനും പോകാത്തവർക്ക് ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഹജ്ജ് നിർവ്വഹണം നടത്താനും തൗഫീഖ് നൽകുമാറാവട്ടെ. വലിയൊരു യാത്രയാണത്, നിസ്സാരമായ യാത്രയല്ലായത്. മഹാന്മാരായ മലക്കുകൾ അവരെ കാത്തിരിക്കുകയാണ്. വഖാല മുജാഹിദുൻ ഇന്നൽ ഹജ്ജാജ് ഇദാ ഖദിമു മക്ക ലഹിഖതുഹുമുൽ മലായിക. മഹാന്മാരായ ആളുകൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പറഞ്ഞ ഈ യാത്രയെ സ്വീകരിക്കാനുള്ള മാലാഖമാര് വരികയാണ്. നിസ്സാര യാത്രയല്ലായത്. മക്കയിലെത്തുന്നതോടുകൂടി അവർക്ക് മലക്കുകൾ അവരോട് കൂടെയുണ്ടാകുമെന്നാണ്. തന്നെയുമല്ല, ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് മാതാവിലേക്കുള്ള യാത്രയാണ്, നമ്മുടെ ഉമ്മയിലേക്കുള്ള യാത്രയാണ്. ഉമ്മ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ വിശുദ്ധമായ മക്ക എന്ന് പറയുന്നത് ഉമ്മുൽ ഖുറാവാണ്, നാടുകളുടെ ഉമ്മയാണ്. ആ ഉമ്മയിലേക്കാണ് അഭയം തേടുന്നത്. ഒരു ഉമ്മയിലേക്ക് ചൊല്ലുന്ന പ്രതീതിയാണ് ഹജ്ജ് യാത്രികൻ അങ്ങോട്ട് പോകുമ്പോൾ. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകും മുസദ്ദിഖുൽ ലദീ ബൈന യദൈ വലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹ. വിശുദ്ധ ഖുർആൻ അൻഅം സൂറയിലൂടെ അതിന്റെ 92-ാമത്തെ വചനം ഇങ്ങനെ കാണാം. ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ മുസദ്ദിഖുൽ ലിമാ ബൈന യദൈ. ഇത് വലിയ ബർക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണിത്. വലിതുൻദിറ ഉമ്മൽ ഖുറാ. ഉമ്മുൽ ഖുറാൻ എന്ന് പറഞ്ഞാൽ മക്കയെയും വമൻ ഹൗലഹ, അതിന്റെ ചുറ്റുഭാഗമുള്ള മക്ക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കേന്ദ്രമാണ്, ലോകത്തിന്റെ സെന്ററാണ്. ജോമെട്രി പഠിച്ചവർക്കറിയാം, ഒരു വെളിച്ചം കൊണ്ടുപോയി വെക്കണമെങ്കിൽ രാജ്യം ഒരു വസ്തുവിന്റെ നടുവിൽ കൊണ്ടുപോയി വെക്കണം, എന്നെങ്കിലേ എല്ലായിടത്തേക്കും ഒരുപോലെ വെളിച്ചം കിട്ടും. അതുകൊണ്ടാണ് ഉമ്മുൽ ഖുറാവിലേക്ക് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് മുഴുവനും വെളിച്ചമാക്കി അങ്ങോട്ട് നിയോഗിച്ചത്. അതാണ് മക്കയിൽ വരാനുള്ള കാരണം. എല്ലായിടത്തേക്കും ഒരേപോലെ പ്രവചരിക്കാൻ പറ്റിയ ഇടം മക്കയാണ്. അത് ഉമ്മുൽ ഖുറയാണ്. ഖുർആൻ പറയുന്നത് വലിതുൻദിറ ഉമ്മുൽ ഖുറാ എന്നാണ്. സ്വന്തം ഉമ്മുൽ ഖുറായെ, ആ നാട്ടുകാരെ മുന്നറിയിപ്പ് നൽകാനും വമൻ ഹൗലഹ, അതിൻ്റെ ചുറ്റുഭാഗമുള്ള ആളുകളെ മുന്നറിയിപ്പ് നൽകാനുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഒരു അർത്ഥം, ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ മക്കയിലേക്ക് പോവുകയാണ്, അവർ ഉമ്മയിലേക്കാണ് പോകുന്നത്. ഒരു മാതാവിലേക്കുള്ള യാത്രയുടെ പ്രതീതിയാണ് ഹജ്ജ് നിർവ്വഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. യാത്ര വലിയ പ്രയാസമുള്ളതാണ്, വലിയ പ്രയാസമാണ്. സഫർ എന്ന് പറയുന്നത് വല്ലാത്ത വേദനാജനകമാണ്, അങ്ങനെ പറയാം.
വിശുദ്ധമായ ഖുർആനിൽ ഒരു യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അൽ-കഹ്ഫ് സൂറയിൽ ആ ആയത്ത് ഓതിയ ആ വചനം ഇന്ന് ഓതിയിട്ടുണ്ടാവും. അൽ-കഹ്ഫ് സൂറ ഓതിയവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലമ്മാ ജാവസാ ഖാല ലിഫത്താഹു ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ. യാത്ര കുറച്ച് പ്രയാസമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചാരകനോട് പറഞ്ഞു, ഭക്ഷണം കൊണ്ടുവരണം. ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ. നമ്മൾ ഈ യാത്രയിൽ വല്ലാത്ത ക്ലേശം അനുഭവിച്ചിട്ടുണ്ട്, വല്ലാത്ത പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. യാത്ര എന്ന് പറയുന്നത് ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആധുനിക യാത്ര എന്ന് പറയുന്നത് എല്ലാ സംവിധാനമുണ്ടെങ്കിലും പ്രയാസമുള്ള ഒന്നാണ്. അത് എന്നും ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്, വല്ലാതെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാത്ര പോകുന്ന ആള് അവന്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഇജാബത്തുണ്ട് എന്നാണ്. സലാസു ദഅവാത്ത്, മൂന്ന് പ്രാർത്ഥനകൾ മുസ്തജാബാത്തുൻ, അത് ഉത്തരം കിട്ടപ്പെടുന്ന യാത്രകളാണ്. ലാ ശക്ക ഫീഹിൻ, സംശയമേ ഇല്ല. ആരാണെന്നറിയുന്നു? ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. അത് രാഷ്ട്രങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ആരായിരുന്നാലും ആക്രമിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥന അത് അള്ളാഹു സ്വീകരിക്കും. വദഅവത്തുൽ മുസാഫിർ, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. അവന്റെ പ്രാർത്ഥന, ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അവൻ പീഡനമേൽക്കുന്നു, പ്രയാസമുണ്ടാകുന്നു, എന്ത് ചോദിക്കുമ്പോഴും അള്ളാഹുവിന് മറുപടി കൊടുക്കുന്നു എന്നതുപോലെ യാത്ര ചെയ്യുന്ന ഒരാൾ യാത്ര എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടപ്പെടുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വദഅവത്തുൽ വാലിദി അലാ വലദി, ഒരു ഉമ്മ ഒരു കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഇത് സ്വീകരിക്കേണ്ട പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയായി പറഞ്ഞത് ഈ യാത്ര പോകുന്നവന്റെ പ്രാർത്ഥനയാണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്. തന്നെയുമല്ല, സഫർ എന്ന് പറയുന്നത് ആ ഫാ എന്ന് പറയുന്ന ഒരു പുള്ളിയുള്ളതാണ്. അതിന് രണ്ട് പുള്ളിയാണെങ്കിലോ സഖർ എന്നാകും. സഖർ എന്നാണെങ്കിൽ എന്താ അർത്ഥമുള്ളത്? നരകം എന്നാണ്. മാ സലകകും ഫീ സഖർ, ഖുർആൻ ചോദിച്ചില്ലേ നിങ്ങളെ എന്താണ് ഈ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന്. സഖർ എന്ന് പറയുന്നത് നരകം എന്നാണ്. സഫർ എന്ന് പറയുന്നത് യാത്ര എന്നാണ്. യാത്രയും നരകവും ഈ യാത്രയും ഒരു പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ, അധികമൊന്നും വ്യത്യാസമല്ല. അതുകൊണ്ടാണ് യാത്രക്കാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞത്. അതേപോലെ യാത്രക്കാരന് വേണമെങ്കിൽ അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, യാത്ര എന്ന് പറയുന്നത് അത് ഒരു ശിക്ഷയുടെ ഒരു ഭാഗമാണ്. യംനഉ അഹദകും നൗമ, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. വതഅമഹു വശറാബ, നല്ല രീതിയിൽ ഭക്ഷണം കിട്ടത്തില്ല, നല്ല രീതിയിൽ അവന് പാനീയം വെള്ളം കിട്ടത്തില്ല. ഇങ്ങനെയുള്ളൊരു യാത്രയാണ് യാത്രകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആ ഒരു രീതിയിലുള്ള പഴമയിലുള്ള മക്കയും മദീനയും ഒക്കെയുള്ള ആ യാത്രയിൽ പൊടി പുരണ്ട തുണിയുമായി അവന്റെ ഇഹ്റാമിന്റെ വസ്ത്രവുമായി അവന് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, മറ്റുള്ള രീതിയിലുള്ളതൊന്നും പാടില്ല. ഇങ്ങനെ നടക്കുന്ന ഒരാൾ പൊടി പുരണ്ട് കൊണ്ടുള്ള ജീവിതം തന്നെയാകും, പൊടി പുരണ്ട ജീവിതമാകും. തുണിയും കുപ്പായവുമൊക്കെ തുണിയുള്ള ഇഹ്റാമിന്റെ വസ്ത്രങ്ങളൊക്കെ അതിൽ പൊടി പുരണ്ട ജീവിതമാകും എന്ന് നമുക്കറിയാവുന്നതാണ്. എന്താ കാര്യം എന്ന് നിങ്ങൾ അത്ര രീതിയിലുള്ള ആ മക്കയും മദീനയിലും അവിടുത്തെ യാത്രകളുമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഹജ്ജ് യാത്രക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. മഹാനായ CH മുഹമ്മദ് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് എൻ്റെ ഹജ്ജ് യാത്ര എന്നാണ്. ഹജ്ജിന് പോയ ആളുകളുടെ യാത്രകൾ വലിയ സംഭവങ്ങളാണ്, അതവർ എഴുതി വെക്കുകയാണ്. എൻ്റെ ഹജ്ജ് യാത്ര, ഞാൻ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചു വരുന്നത് വരെയുള്ള സംഭവങ്ങളും വാഹനത്തിൽ സഞ്ചരിച്ചപ്പോഴുണ്ടായ കൂട്ടുകാരും അവിടെ പോയി ആദ്യം ഇറങ്ങിയതും ആദ്യം പിന്നീട് പോയതും ഒക്കെയുള്ള ഒരു വിവരണമാണ് എൻ്റെ ഹജ്ജ് യാത്ര എന്ന് പറയുന്ന എഴുത്തുകാരൻ കൂടിയായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു പുസ്തകം എൻ്റെ ഹജ്ജ് യാത്ര എന്നുള്ളത്.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ മഹാനായ അമരക്കാരനായിരുന്ന മഹാനായ KT മാനു മുസ്ലിയാർ നവ്വറല്ലാഹു തആല മർകദ, അദ്ദേഹത്തിന് ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞുകൊണ്ടൊരു കവിതയുണ്ട്. അദ്ദേഹത്തിന്റെ വൈകുട്ടി വൈദ്യരെ പോലെ അദ്ദേഹം എൻ്റെ ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും കവിതയിലൂടെ അദ്ദേഹം അത് ഓരോന്നും അദ്ദേഹം വ്യക്തമായി ഹജ്ജ് യാത്ര രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. PT ബീരാൻകുട്ടി ഹാജി എന്ന് പറയുന്ന അദ്ദേഹവും ഇതേപോലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് ഈ ഒരു രീതി പല രീതിയിലും അത് വ്യത്യസ്തമാവുകയാണ് എന്ന് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ്. ഇതിന് കുറെ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ ഇതൊക്കെ ഒരു യാത്രക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, അവൻ യാത്ര പോകുമ്പോൾ അള്ളാഹിനോട് ആദ്യമൊക്കെ ഒന്ന് പറയണം, ഞാൻ ഹജ്ജിന് പോവുകയാണ്, എനിക്ക് ഹൈറുണ്ടെങ്കിൽ ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം ഹൈറ് ചോദിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട്. അപ്പൊ നമ്മൾ പറയും ഹജ്ജൊക്കെ ഹൈറന്നല്ലേ ആണ്, പക്ഷെ ഒരു പക്ഷെ ഈ വർഷം പോകുന്നതിൽ ഹൈറുണ്ടാവില്ല, അടുത്ത വർഷം പോകുന്നതിൽ ഹൈറുണ്ടാവുക. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന ആൾ അള്ളാഹിനോട് ചോദിക്കണം, ഹൈറിനൊക്കെ വേണ്ടി ചോദിച്ച് റക്അത്ത് നിസ്കരിച്ചു കൊണ്ട് പോകണം, അള്ളാഹിനോട് കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറയുന്നത്. തന്നെയുമല്ല അറിയുന്ന ആളുകളോടൊക്കെ ഹജ്ജ് കർമ്മത്തെ കുറിച്ച് ചോദിക്കാനും പഠിക്കാനും അത് പഠിച്ചുകൊണ്ടാവണം ഒരു ഹജ്ജിന് വേണ്ടി പോകുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് പോകണം. ആട് അങ്ങാടിയിൽ പോയ പോലെ എന്ന് പറയാറുണ്ട്. അങ്ങനെയാവരുത്. അതൊരു ഉല്ലാസയാത്രയല്ല, അത് മഹാന്മാരായ 5000 വർഷങ്ങൾക്ക് മുമ്പ് വെളിയാളത്തിന്റെ മറുപടിയുമായി കൊണ്ട് പോകുന്ന യാത്രയാണത്. അതുകൊണ്ട് നല്ലോണം ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം. മാതാപിതാക്കളോട് സമ്മതം ചോദിക്കണം. അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ, മരണപ്പെട്ടുപോയ മാതാപിതാക്കളാണെങ്കിൽ അവിടെ ഖബറിന്റെ ചാരത്ത് പോയി അവരോട് പറയാം, പ്രിയപ്പെട്ട മാതാവിനോട് പിതാവിനോട് ഞാൻ ഈ വർഷം ഹജ്ജിന് വേണ്ടി പോവാണ്, അവരുടെ മറുപടി ഒന്നും കിട്ടത്തില്ല, അവരോട് സമ്മതം ചോദിക്കണം. അതുപോലെ നാട്ടിൽ ആരോടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കിക്കുകയോ അല്ലെങ്കിൽ ആക്രമണം നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കണം. ഒരു ഹജ്ജ് മഖബൂലും മബ്റൂറുമായ ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര പോകുന്ന യാത്രക്കാരുടെ ബാധ്യതകളായത് ആരോടെയും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും ഞാൻ ആക്രമിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടായിരിക്കണം അവൻ യാത്രക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടോ, ഞാൻ ആരെയും കടം മേടിച്ചത് കൊടുക്കാതിരിക്കാൻ വൈകിയവരുണ്ടോ, ഇത് അന്വേഷിക്കേണ്ടത്. വല്ലാതെ കടമുണ്ടെങ്കിൽ ആ കടക്കാരന്റെ സമ്മതം ചോദിച്ചു കൊണ്ടായിരിക്കണം ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞ യാത്ര ചെയ്യേണ്ടത്. തന്നെയുമല്ല സഫരി, ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ സുഹൃത്തുക്കളോടൊക്കെ പറയണം. എല്ലാവരോടും ഞാൻ ഹജ്ജിന് പോവാണ് ആ രീതിയല്ല ഇവിടെ ഉള്ളത്. അവരൊക്കെ ദുആ ചെയ്യും ഒരു മുസാഫിറിന് വേണ്ടി. തന്നെയുമല്ല അവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. പോകുന്ന ആളുകളോട് ഒരാൾ നമ്മളോട് പറയാണ് ഞാൻ ഹജ്ജിന് പോവാണ്, ഉംറക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ദുആയിൽ ഉൾപ്പെടുത്തണേ. ഇത് പഠിപ്പിച്ചത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ഫാറൂഖിനോട് പറഞ്ഞതാണ്. ഉംറക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞത്. ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ നമ്മളോട് പറയുമ്പോൾ അവരോട് പറയണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. അപ്പൊ കൂട്ടുകാരോടൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും, ഒന്നും മിണ്ടാതെ കൊണ്ട് പോകരുത്. ഹജ്ജ് യാത്രയുടെ പ്രത്യേകതയാണത്. തന്നെയുമല്ല അവരോടും പറഞ്ഞു നിങ്ങൾ ദുആ ചെയ്യണേ, അവിടെ എത്താനുള്ള ദുആ വേണം. ഹജ്ജ് ഉംറ നല്ല നിലക്ക് നിർവഹിക്കാനുള്ള അവസരം വേണം. പല രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരും എന്നവരോട് പറയണം. തന്നെയുമല്ല അവിടെ ചെന്നാൽ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലെ ആളുകളാണ്ടാവുക, പല മുഖങ്ങളെ കാണാം. ഇവിടുന്ന് പോയാൽ പിന്നീട് അവിടെ ഇറങ്ങുന്നതോടുകൂടി അവിടെ അഫ്ഗാനി ഉണ്ടാകും, അവിടെ റഷ്യക്കാരനും ചൈനക്കാരനും അവിടെ ഉണ്ടാകും. അതുപോലെ ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് 100-200ഓളം വരുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ ഓരോ വർഷവും വരാൻ. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളാണ്, വ്യത്യസ്തങ്ങളായ വേഷവിധാനങ്ങളാണ്, ശൈലിയാണ്, ഭാഷകളാണ് അവിടെ ഉള്ളത്. മുടി കറുത്തവനും മുടി വെളുത്തവനും മുടി ചുരുണ്ടവനും ചുണ്ട് തടിച്ചവനും ചമ്മിയ മൂക്കുള്ളവനും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഇടമാണത്. അവരോടൊക്കെ കൂടിയിട്ട് സഹവസിക്കുമ്പോൾ നല്ല രീതിയിലായിരിക്കണം നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതിയൊക്കെ. കാരണം റസൂൽ പറഞ്ഞു ആളുകളോട് നല്ല രീതിയിലായിരിക്കണം പെരുമാറേണ്ടത് എന്ന്. തന്നെയുമല്ല നല്ല രീതിയിൽ പെരുമാറുക. യാത്ര പോകുമ്പോഴാണ് ഒരാളെ കുറിച്ച്, യാത്ര പോകുമ്പോൾ അവൻ്റെ കൂടെ കൂടുമ്പോഴാണ് അവൻ്റെ സ്വഭാവം അറിയാം. ഒരാളെ കുറിച്ച്
നല്ലത് പറയുമ്പോൾ ചോദിക്കും, നീ എൻ്റെ കൂടെ യാത്ര പോയിട്ടുണ്ടോ എന്ന്. ഒരാളെ കൂടെ യാത്ര പോകുമ്പോൾ അവൻ്റെ തനി സ്വഭാവം അറിയും. നമ്മൾ ഈ കാണുന്ന വേഷഭൂഷാദികൾ മാത്രമാണ്. അവൻ്റെ കൂടെ നടന്നപ്പോഴല്ലേ അവൻ്റെ കാര്യം പറഞ്ഞത്. ഓരോ നിസ്കാരത്തിനും വലിയ ശ്രദ്ധയൊന്നുമില്ല, മറ്റുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ കൂടെ യാത്ര ചെയ്യണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളിങ്ങനെ പുകയ്ക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ഹൽ ആമൽതഹു, നീ എൻ്റെ കൂടെ എന്തെങ്കിലും പണിയെടുത്തിക്കണോ? ഹൽ സാഫർത മാഹു, നീ അവൻ്റെ കൂടെ യാത്ര പോയിട്ടുണ്ടോ? ഇടപാടുകാരുടെ കൂടെ ഈ കാണുന്ന ആളുകൾ യാത്ര പോയതിനൊരു പുകയത്തും പണി. ഈ കാണുന്ന ആളുകളുമായി ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ പുകയത്തിയാൽ മതി, അല്ലെങ്കിൽ പുകയത്തരുത് എന്നാണ്. കാരണം എന്തുകൊണ്ട്? സ്വഭാവത്തിന്റെ ത്രാസ് എന്ന് പറയുന്നത് അത് യാത്രയാണ്. ഈ യാത്രയിൽ ഒരാളെ കൂടെ നടക്കുമ്പോൾ അവന് ഏതാണ് എന്ന് വ്യക്തമായി അവന്റെ സ്വഭാവത്തെ കുറിച്ചറിയാം, അവന്റെ രീതിയെ കുറിച്ചറിയാം. അതുകൊണ്ട് യാത്ര പോകുമ്പോൾ പല ആളുകൾക്കും പ്രയാസം ഉണ്ടാവും. നീ ആളുകൾ ഒരുപക്ഷെ വെള്ളം ചോദിച്ചു വരുന്നവരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കുന്നവരുണ്ടാവും, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നവരുണ്ടാകും. അതൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സുകൂടെ ഈ ആളുകൾക്ക് വേണമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്.